സംസ്ഥാനത്തെ നെല്ല് സംഭരണം കടുത്ത പ്രതിസന്ധിയിൽ. സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 711 കോടിയിലേറെ രൂപയെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2024-25 വർഷത്തെ തുകയാണിത്. അതേസമയം സംഭരിച്ച നെല്ലിന്റെ തുക ആവശ്യപ്പെട്ട് കുട്ടനാട്ടിലെ പാടി ഓഫീസിൽ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് കേസെടുത്തു. നെല്ലിന്റെ തുക വകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരും പോലീസിൽ പരാതി നൽകി. സംസ്ഥാന സർക്കാർ കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും 2024-25 വർഷ കാലയളവിൽ ഒന്നാം വിളയുടെയും രണ്ടാം വിളയുടെയും നെല്ല് സംഭരിച്ച ഇനത്തിൽ നൽകാനുള്ള തുകയുടെ കണക്കാണിത്. 2,68,777 കർഷകരിൽ നിന്നായി 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഇതിന്റെ വിലയായി ഇന്നലെ വരെ നൽകാനുള്ളത് 701,56,57,770 രൂപയാണെന്ന് സപ്ലൈകോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 3 മുതൽ 4 മാസം വരെ പെൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പുഞ്ചകൃഷിയുടെ കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ മാർച്ച് മാസത്തിൽ കൊയ്ത നെല്ലിന്റെയാണ് പ്രധാനമായിട്ട് കിട്ടാനുള്ളത്. ഒരു കൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷി പകുതിയായി. ഒരു കൃഷി മാത്രം ചെയ്യുന്ന മേഖലയിൽ അടുത്ത പുഞ്ചയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ലേല നടപടികളിലേക്ക് വരെ മുന്നോട്ട് പോയിരിക്കുക. കഴിഞ്ഞ വർഷം ഈ സമയം മുതൽ ഞങ്ങൾ ചിലവാക്കിയ പൈസയും ഞങ്ങളുടെ അധ്വാനത്തിന്റെ കൂലിയും എല്ലാം കൂടിയാണ് ഒരു വർഷത്തെ ഞങ്ങളുടെ മുഴുവൻ അധ്വാനത്തിന്റെയും ഞങ്ങളുടെ സ്വത്തിന്റെ ആകെ തുകയാണ് സർക്കാർ ഞങ്ങളുടെ നിന്ന് എടുത്തുകൊണ്ട് പോയ നെല്ല്. അതിന്റെ വില കിട്ടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. കുട്ടനാട്ടിൽ രണ്ടാം കൃഷി പാതിഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. പുഞ്ചകൃഷി തുടങ്ങുന്നതിനുള്ള പമ്പിംഗ് ലേല നടപടികൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. രണ്ടാം കൃഷിയുടെ പാതി വഴി പിന്നിട്ടു. പലരും കൃഷി ഉപേക്ഷിച്ചു, രണ്ടാം കൃഷി ഉപേക്ഷിച്ചു. ഇനിയുള്ളത് പുഞ്ചകൃഷിയാണ്. ഒന്നാം വിള എന്ന് പറയുന്ന ആ ഒരു വലിയ കൃഷിയാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഉണ്ടാകുന്നത്. ആ കൃഷിയുടെ ലേല നടപടികൾ ആരംഭിക്കേണ്ട സമയമാണ്. അപ്പോഴും ഞങ്ങളുടെ പണം കിട്ടാത്ത കാരണം പുഞ്ചകൃഷിയിലേക്ക് പോകണമെന്ന് പോലും ആളുകൾക്ക് സംശയമാണ്. പലരും കൃഷി ഉപേക്ഷിക്കാനായിട്ട് പാടശേഖരങ്ങൾ മൊത്തത്തിൽ തീരുമാനമെടുക്കുകയാണ്. നെൽവിലക്കായി മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ നിവേദനം നൽകാനായി എത്തിയ കർഷകർക്ക് മുന്നിൽ നിന്ന് 3 പാടി ഓഫീസർമാരും ബോധപൂർവം ഒഴിഞ്ഞു നിന്നതായി കർഷകർ ആരോപിക്കുന്നു. ഇതിനെതിരെ അവിടെ എത്തിയ കർഷകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പുളിങ്കുന്ന് പോലീസ് കേസെടുത്തു. ഇതോടെ നെൽകർഷകർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. നെല്ല് സംഭരിച്ചാൽ PRSന്റെ തുക 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടിരിക്കുന്ന കരാറിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ നെല്ല് സംഭരണത്തിന് തുകയാണ് കർഷകർക്ക് ഇനിയും നൽകാനുള്ളത്. പൊതുവിതരണ വകുപ്പ് മന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക കൂട്ടായ്മയും പുളിങ്കുന്ന് പോലീസിൽ പരാതി നൽകി. സംഭരിച്ച നെല്ലിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പാടി ഓഫീസിലെത്തിയ കർഷകർക്ക് മേൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്നാൽ സംഭരിച്ച നെല്ലിന്റെ തുക നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മന്ത്രിമാർക്കെതിരെ കർഷകർ പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ പുളിങ്കുന്ന് പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വേണം കാത്തിരുന്നു കാണാൻ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പുളിങ്കുന്ന് നിന്നും ശരണ്യ സ്നേഹജൻ, News 18. ശരണ്യ തന്നെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ഇത് കുട്ടനാട്ടിലെ കർഷകർക്കും അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്ന പാലക്കാട്ടെ കർഷകർക്കും ഒന്നും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു കുടിശ്ശിക വരുമ്പോൾ എങ്ങനെ കൃഷി ഇറക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 മാസം മുന്നേ വരെ സംഭരിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ വലിയ കഷ്ടപ്പാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പൈസ കിട്ടുന്നില്ല എന്ന ഏറ്റവും പ്രധാന പ്രശ്നത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക. അതിനിടയിലാണ് ഈ കേസൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികൃതരോട് സംസാരിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം സാധ്യമാണോ? സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സപ്ലൈകോയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് PRS വഴി തുക നൽകുന്നതിലുള്ള പ്രതിസന്ധി. കാരണം ബാങ്കുകളിലേക്ക് കൃത്യമായി തിരിച്ചടവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കപ്പെടുന്നത്. നമുക്കറിയാം, കർഷകർ അവരുടെ അധ്വാനത്തിന്റെ ഫലമായി നെല്ല് അത് സർക്കാരിന് സപ്ലൈകോ വഴി സംഭരിക്കാനായി നൽകിയാൽ പോലും അത് PRS എന്ന വായ്പ എന്നുള്ള രീതിയിലാണ് ബാങ്കുകളിൽ നിന്ന് കർഷകർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം PRS വായ്പ സർക്കാർ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നായിരുന്നു ആലപ്പുഴയിൽ ഒരു
കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ സിബിൽ സ്കോറിനെ അടക്കം അത് ബാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം വായ്പയായി വാങ്ങേണ്ടി വരുന്ന ആളുകളാണ് കേരളത്തിലെ കർഷകർ എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ വരെ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 711,65,70,539 രൂപ കർഷകർക്ക് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം നൽകാനുണ്ട് എന്നുള്ളതാണ്. സപ്ലൈകോയുടെ ആ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കേരളം മുഴുവനുള്ള കണക്കാണ് ഇത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒട്ടും ലാഭകരമായ ഒന്നല്ല. എന്നിട്ടും കുട്ടനാട് അടക്കമുള്ള പാലക്കാട് അടക്കമുള്ള മേഖലകൾ ഇപ്പോഴും നെല്ലറയായി പ്രവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു ഇടവേള എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി കർഷകർക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയ നെല്ല് സംഭരണത്തിന്റെ പണമാണ് ഇത്രയും നാളായിട്ട് ഇന്നിപ്പോൾ ജൂലൈ മാസമായിട്ടും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്തൊരു കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ കർഷകൻ കടം മേടിച്ചാണ് പലയിടത്തും പല കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഈ ഒരു പൈസ കിട്ടി വരുമ്പോൾ ഈ കടം മേടിച്ച പൈസയുടെ പലിശ അടക്കം കൊടുത്തു വരുമ്പോൾ കർഷകർക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെ നെല്ല് സംഭരണം വൈകുന്ന ഘട്ടത്തിൽ സ്വകാര്യ മില്ലുടമകളുടെ ഭാഗത്തു നിന്ന് കർഷകർ ചൂഷണം നേരിടുന്നു. അവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി നമുക്കറിയാം. കേരളത്തിലെ കാലാവസ്ഥ പ്രവചിക്കാനാകില്ല. കൊയ്തിടുന്ന പാടശേഖരങ്ങളിൽ നിന്ന് നെല്ലെടുക്കാൻ പരമാവധി വൈകിപ്പിക്കുകയും ഒരു കാലാവസ്ഥ വ്യതിയാനം വരുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഈർപ്പമടക്കം കൂടുതലായി കാണിച്ചുകൊണ്ട് വലിയ കിഴിവ് സ്വകാര്യ മില്ലുടമകൾ വാങ്ങുകയും ചെയ്യുന്നു. ആ ഒരു ചൂഷണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കൃത്യമായി എടുത്ത നെല്ലിന്റെ പണം കൊടുക്കാനായി വൈകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വലിയ പ്രതിസന്ധി കുട്ടനാട്ടിലെ കർഷകരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഇപ്പോൾ അതൊരു മോശം സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം മങ്കൊമ്പിലെ പാടി ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി. അവരുടെ പണം കിട്ടാത്തതിനെ സംബന്ധിച്ച് വിശദീകരണം. കാരണം ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ PRSന്റെ വായ്പയായി പണം വാങ്ങുന്നതിന് ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് അധികൃതർ ഇവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥയാണ് കർഷകർക്കുള്ളതെന്നുള്ളതാണ്. അങ്ങനെ ഇവർ പാടി ഓഫീസിൽ കഴിഞ്ഞ ദിവസം കർഷകർ ഒന്നിച്ചുകൂടി ഈ പാടി ഓഫീസിലെത്തി. അപ്പോൾ ഈ 3 പാടി ഓഫീസർമാരുള്ള അവിടെ 3 പേരും കർഷകരെ കാണാനായി തയ്യാറായില്ല എന്നുള്ളതാണ്. അവർ അവധിയിലായിരുന്നു എന്നുള്ള മറുപടിയാണ് നൽകിയത്. വൈകിട്ട് 5 മണി വരെ കർഷകർക്ക് അവിടെ ഇരിക്കേണ്ട സാഹചര്യം വന്നു. സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന ജോലി ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അവർ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പുളിങ്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു തലത്തിലേക്ക്, അതായത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന കർഷകരെ ഒരു നിയമ നടപടികളിലേക്ക് കൂടി കുരുക്കിക്കൊണ്ട് ഒരു പ്രകോപനപരമായ ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അത്തരമൊരു പ്രതിഷേധത്തിന്റെ പ്രതിഫലനം കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ കാണും എന്ന് തന്നെ നമുക്ക് കരുതാനാകും. മറ്റൊന്ന്, ഈ പണം നൽകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത കൃഷിയിലേക്ക് കടക്കേണ്ട സമയമായി. അതിന്റെ പമ്പിംഗ് ലേല നടപടികളിലേക്ക് കടക്കേണ്ട ഘട്ടത്തിൽ പോലും കർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും എന്നുള്ള ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുള്ളൊരു മറുപടി നൽകാൻ സപ്ലൈകോ മന്ത്രിക്കോ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ കൃഷി മന്ത്രിക്കോ, ജില്ലയിൽ തന്നെയാണ് കൃഷിമന്ത്രി ഉള്ളത്, കൃഷി മന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി അവർ പറയുന്നത് തങ്ങൾക്ക് എതിരെ, അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ട സർക്കാർ നെല്ല് നൽകിയതിനു ശേഷമുള്ള പണം കിട്ടുന്നതിന് ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാടി ഓഫീസിലേക്ക് എത്തിയ കർഷകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തങ്ങളുടെ പണം കൃത്യമായി നൽകേണ്ട, അതായത് 48 മണിക്കൂറിനുള്ളിൽ കരാർ പ്രകാരം ഈ പണം കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കരാർ പ്രകാരമുള്ളത്. അങ്ങനെ പണം നൽകാത്ത ഈ മുഖ്യമന്ത്രി നയിക്കുന്ന സർക്കാർ, ഒപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുവിതരണ വകുപ്പ് മന്ത്രി, ധനമന്ത്രി, കൃഷി മന്ത്രി എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുളിങ്കുന്ന് പോലീസിൽ കർഷകരും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്.